കാര്യം പറയും. ഇപ്പൊ ഈ രാത്രി ഇങ്ങോട്ട് വന്ന എന്തിനാ? ഫോണിൽ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരിട്ട് കാണണമെന്ന്. എന്തായാലും ഈ രാത്രി തന്നെ MLA എന്നെ കാണാൻ വരുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കിപ്പോ രാത്രിയും പകലും ഒക്കെ ഒരുപോലെയാ മാഡം. നന്ദുവിനെ കണ്ടെത്താനുള്ള അലച്ചില്. അതിന് ഇങ്ങോട്ട് വരുന്നത് എന്തിനാ? നന്ദു കാണാതായതിന്റെ പുറകിൽ മാഡവും മാഡത്തിന്റെ ആളുകളുമാണെന്നുള്ള തോന്നൽ ശക്തമാവുക. മുൻപ് തന്നെ 2 വട്ടം മാഡം നന്ദുവിനെ അന്വേഷിച്ച് ചന്ദ്രവത്ത് വന്നിരുന്നു. അതിലൊരിക്കൽ വീടൊക്കെ പരിശോധിച്ചു. നന്ദുവിനെ എവിടെ ഒളിപ്പിച്ചാലും കണ്ടുപിടിക്കുന്നൊക്കെ വെല്ലുവിളിച്ചു. അതെ, അതൊക്കെ ഉണ്ടായി. പക്ഷെ അതിന്റെ മറവില് നിങ്ങൾ എല്ലാവരും കൂടി നന്ദനെ ഇങ്ങോട്ടേക്ക് മാറ്റിയതല്ലേ? അവസാനം കളി കാര്യമായി. ഇപ്പൊ നന്ദനെ കാണാതായപ്പോ അതൊക്കെ ഞാൻ ചെയ്തതാണോന്ന് സംശയം. SP വരെ വിളിക്കുന്നു. ആ വക അഭ്യാസങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട ദേവിക. MLAക്ക് ആള് മാറിപ്പോയി. അടവും അഭ്യാസവും കാണിക്കാനൊന്നും അല്ല മാഡം വന്നത്. അതിനായിരുന്നെങ്കിൽ MLA എന്ന് ബോർഡ് വെച്ച വണ്ടിയിലേ ഞാൻ എത്തുമായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ വന്നിരിക്കുന്നതേ നന്ദുവിന്റെ ഭാര്യയായിട്ടാ, മാഡത്തിന്റെ കമ്പനിയിലെ പഴയ ജീവനക്കാരിയായിട്ട്. എന്നുവെച്ചാ ഋഷിയുടെ മരണം ഒരമ്മ എന്ന നിലയിൽ മാഡത്തിന് താങ്ങാൻ പറ്റുന്നതിലപ്പുറം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മാഡം, നന്ദുവാണ് കൊലയാളിയെന്ന് കരുതി അതേ നാണയത്തിൽ പകരം തീർക്കാൻ നിൽക്കരുത്. നന്ദു അങ്ങനെ. നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. പകരം വീട്ടാൻ മാഡം ഏതറ്റം വരെയും പോകുന്നൊക്കെ മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ടൊരു മത്സരത്തിനോ വെല്ലുവിളിക്കോ ഒന്നും ഞാനില്ല. എനിക്ക് നന്ദുവിനെ കുറിച്ച് അറിയണം. മാഡത്തിന്റെ ആൾക്കാരാണ് നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയതെങ്കിൽ മാഡം ഇടപെട്ട് നന്ദുവിനെ മോചിപ്പിച്ച് എന്റെ അടുത്ത് എത്തിക്കാൻ സഹായിക്കണം. ദേവിക, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോകുന്നതെന്ന് എനിക്ക് നല്ലത്. എന്റേതായ പ്രശ്നങ്ങൾക്ക് നടുവിൽ പുകഞ്ഞോണ്ട് നിൽക്കുക ഞാൻ. അതിന്റെ ഇടയിൽ വന്ന് എന്നെ കളിയാക്കാൻ നിന്നാലുണ്ടല്ലോ, അരുന്ധതി ആരാന്ന് നീ അറിയും. ഞാൻ പറഞ്ഞില്ലേ, മാഡം ആരാണെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. പക്ഷെ എന്നെ കുറിച്ച് മാഡത്തിന് അത്രയ്ക്ക് അറിയില്ല. അനാവശ്യമായ ഒരു പിടിവാശിക്ക് നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ഇതിനൊക്കെ എന്ത് മറുപടിയാ ഞാൻ തരേണ്ടത്? മലയാളത്തിലെ ഞാൻ ഈ പറയുന്നേ. നന്ദനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അറിയില്ല എന്ന് വെച്ചാ അറിയില്ല. ശരി മാഡം, ഞാൻ ഒരിക്കൽ കൂടി വരും. അന്ന് മാഡത്തിനെ കൊണ്ട് പലതിനും ഞാൻ ഉത്തരം പറയിപ്പിക്കും. കാര്യങ്ങൾ ഒരല്പം കുഴയുമെന്നാ തോന്നുന്നത്. ദേവിയെ മുന്നിലിരുത്തിയ SP എന്നെ ശകാരിച്ചത്. നന്ദന്റെ അന്വേഷണം എങ്ങും എത്താത്തതിന്റെ ദേഷ്യമായിരിക്കും അല്ലേ? പിന്നല്ലാതെ. ഇനി നേരി കാണുമ്പോൾ കൃത്യമായ വിവരം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. അരുന്ധതി മാഡത്തെ SP ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ദേവികയുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാവും. ഋഷി കേസിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്ത നിന്നെയും കെവിനെ ആയിരിക്കും വിളിപ്പിക്കുന്നത്. പപ്പ, കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും പോലെയാണല്ലോ. ഞാനിത് നേരത്തെ പറഞ്ഞല്ലേ, വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യണമെന്നൊക്കെ. ഇനി വരുന്ന വരട്ടെ, എല്ലാവർക്കും കൂടെ അനുഭവിക്കാം. ആദ്യം നിന്ന് കിടക്കാം. പപ്പ, ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കല്ലേ. പേടിപ്പിച്ചതല്ല, നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. SP മേൽ ദേവിക്ക് നല്ല ഹോൾഡുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അരുന്ധതിയും ആകെ വയലന്റായിട്ട് നിൽക്കുകയാണെന്നല്ലേ നീ പറഞ്ഞത്. അവരെല്ലാം കൂടി വിളിച്ചു പറഞ്ഞാലേ തീർന്നു. ഋഷി ഇതെവിടെ പോയി മറിഞ്ഞിരിക്കുക? ഇനി പേടിച്ച് വല്ലയിടത്തും ഒളിച്ചിരിക്കായിരിക്കോ? ഇനിയിപ്പോ നമ്മളും ഋഷിയെ പോലെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ SPക്ക് കുറെ സംശയങ്ങളുണ്ട്. അരുന്ധതി എന്തെങ്കിലും പറയുകൂടി ചെയ്താല് പിന്നെ നോക്കണ്ട,
ഞാനൊരു കാര്യം ചെയ്യട്ടെ പാപ്പ. ഞാൻ ചെന്ന് അരുന്ധതി മാഡത്തോട് ഒന്ന് സംസാരിക്കട്ടെ. എന്ത് സംസാരിക്കാനാ? മുടി കൊടുക്കണ്ടെന്ന് പറഞ്ഞവരെ സോപ്പിടാതെ. അല്ല, ഞാൻ അവരോട്. അത് വേണ്ട, അതവർക്ക് കൂടുതൽ സംശയമാവും. തൽക്കാലം നമുക്ക് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഞാൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുക. ഇനി ഏതെങ്കിലും സാഹചര്യത്തില് അവര് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്നിരിക്കട്ടെ. നമ്മുടെ അടുത്ത നീക്കം എന്തായിരിക്കും പാപ്പ? എന്തായാലും കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കാൻ നോക്കാം. ഇനി നീ ഇവിടെ പേടിച്ചിരിക്കുകയാണെന്നൊരു സൂചന പോലും അരുന്ധതിക്ക് കിട്ടരുത്. ആ നന്ദനും ഋഷി ഏത് നരകത്തിനകത്താണെന്ന് ആർക്കറിയാം? എവിടെയാ മറിഞ്ഞിരിക്കുന്ന മോനെ? അമ്മയുടെ അടുത്തേക്ക് വാ മോനെ. നിന്നെ കാണാതെ എനിക്ക് വയ്യടാ. നിന്നെ ഒരുപാട് സ്നേഹിച്ചില്ല, അളിച്ചു ഞാൻ നശിപ്പിച്ചു കളഞ്ഞു എന്നല്ലേ സിദ്ധുവും ദേവികയും ഒക്കെ പറയാറ്. എന്റെ മോനെ അമ്മയെ കാണാൻ തോന്നുന്നില്ലേ? എന്റെ പൊന്നു മോനിക്ക് വാ. മോനെ തേടി കണ്ടുപിടിക്കാൻ ഇവിടെ ആരുമില്ല. അമ്മ ഒറ്റയ്ക്ക. അമ്മേ, കരയാതമ്മേ. അമ്മ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. എനിക്കിത് കേക്കണ്ട. എല്ലാം ശരിയാവും പോലും. കുറെ കാലമായിട്ടൊരു മന്ത്രം പോലെ പറയല്ലേ ഇത്. ശരിയാവും ശരിയാവും. സത്യം പറ, ശരിയാവണോന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? എന്നെ കാണിക്കാൻ വേണ്ടിയുള്ള അഭിനയമല്ലേ ഇതൊക്കെ? അമ്മേ, അങ്ങനെ പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം? എല്ലാവരും എന്റെ മുമ്പിൽ നാടകം കളിക്കുക. അല്ലമ്മേ, മുൻപ് നന്ദുവിനെ എസ് പഞ്ചായത്തിന് വീട്ടിലാക്കിയിരുന്നപ്പോ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നന്ദുവിന്റെ കാര്യങ്ങൾ മറച്ചു വെച്ചു. അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിൽ തട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. നീ പറയുന്നതൊന്നും ഇപ്പൊ എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഒരു നിസ്സാര കാര്യത്തിന് നന്ദനെ വിട്ടുപോയ ആളല്ലേ നീ? കുറച്ച് നാളുകളായി 2 വീട്ടിലായിരുന്നില്ലേ താമസം? അപ്പൊ അവനില്ലാത്ത ജീവിതവുമായിട്ട് നീ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു കാണും. ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് വീട്ടുകാരെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അവനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, വരുത്തുന്നു. ഇപ്പൊ ഉള്ളുകൊണ്ട് സന്തോഷിക്കായിരിക്കും നീ. അമ്മേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളോ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റെന്ന് പറ. നിനക്കിനി ഒറ്റയ്ക്ക് ജീവിക്കാനായിരിക്കും ആഗ്രഹം. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനായിരുന്നെങ്കിൽ അതെന്നേ ആകാമായിരുന്നു. നീ എന്താ പറഞ്ഞേ? ഒറ്റയ്ക്കുള്ള ജീവിതമാണ് എനിക്ക് താല്പര്യമെങ്കിലേ നന്ദുമായിട്ട് പിരിയാൻ ഒരുപാട് കാരണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കേണ്ടതെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുള്ളൂ. അതിൽ മറ്റാരുടെ അഭിപ്രായം ഞാൻ കേൾക്കില്ല. നീ എന്റെ നേർക്ക് നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാറായി അല്ലേ? എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നതല്ലേ? ഞാൻ അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വളരെ മര്യാദയ്ക്ക് സംസാരിച്ചു തുടങ്ങിയത്. അപ്പൊ പറഞ്ഞതിലെ ഒരു വാക്കി പിടിച്ച് എന്നെ അങ്ങ് അവഹേളിക്കല്ലേ? അമ്മയുടെ മരുമോളായിരിക്കും ഞാൻ, അടിമയല്ല. ബഹുമാനം കൊടുത്താലേ ബഹുമാനം കിട്ടും. മതി, നിർത്ത. അത് കൊള്ളാം. അമ്മ പറയുമ്പോ തുടങ്ങണം, നിർത്താൻ പറയുമ്പോ നിർത്തിക്കോണം.
ഞാൻ എപ്പ സംസാരിച്ച് നിർത്തണമെന്നേ ഞാൻ തീരുമാനിക്കും. എന്നാ സംസാരിച്ചോ. ഹ, ഒരു മയക്കം കൂടി വെച്ചോ. നാട്ടുകാരൻ മുഴുവനും കേക്കട്ടെ. നാട്ടുകാർക്ക് മൊത്തം അറിയാലോ. നീ എന്താ ഉദ്ദേശിച്ചേ? ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നവരാണെന്ന് നാട്ടുകാർക്ക് അറിയാമെന്നാണോ? ആ നിക്ക. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. നീ എന്താ പറഞ്ഞത്? സോറി സോറി അമ്മ. അമ്മ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. സോറി അമ്മ. നിന്റെ സോറി ഒന്നും എനിക്ക് കേക്കണ്ട. എനിക്ക് എന്റെ മോനെ കിട്ടിയാ മതി. അവനെ അങ്ങ് തള്ളിക്കളഞ്ഞേക്കല്ലേ നീ. എന്നിട്ട് ചോദിക്കുമ്പോഴൊക്കെ ഇപ്പൊ ശരിയാവും എന്ന് പറയുന്നു. ഞാൻ ശരിയാക്കി തരാം. ഹലോ മാഡം. CP എവിടെയാ? തിരക്കിലോ മറ്റോ ആണോ? അല്ല മാഡം, പറഞ്ഞോളൂ. ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല CP. പക്ഷേ പെട്ടെന്ന് എനിക്കൊരു തോന്നല്. എന്താ മാഡം? ഋഷിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നമ്മളൊരാളെ വിട്ടുകളഞ്ഞു വന്നു. ആരെ? അയാളെ നേരത്തെ തന്നെ ഫോളോ ചെയ്യേണ്ടതായിരുന്നു. അതാരാണ് മാഡം? ത്യാഗരാജൻ. എന്റെ മനസ്സ് പറയുന്ന CP, എല്ലാത്തിൻ്റെയും പിറകിലെ ത്യാഗരാജൻ തന്നെയാ. അവൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. CP ശ്രദ്ധിച്ചില്ലേ? അത്യാവശ്യമായിട്ട് മുംബൈക്ക് പോയിട്ട് 1-2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയതാ. പിന്നെ കണ്ടിട്ടില്ല, വിളിച്ചിട്ടുമില്ല. CP, അവൻ എന്തോ പ്ലാനിങ് ആയിട്ടാ നിൽക്കുന്നത്. ഒരു പക്ഷേ ഋഷി നന്ദനും അവന്റെ കസ്റ്റഡിയിലുണ്ടാവും. അങ്ങനെയാവാൻ വഴിയുണ്ടോ മാഡം? അതിനാണ് CP സാധ്യത. ഒന്നെങ്കിൽ ത്യാഗരാജൻ കാശിനു വേണ്ടി തട്ടിക്കൊണ്ടുപോയി. താമസിക്കാതെ എന്നെ വിളിച്ച് കാശ് ചോദിക്കുമായിരിക്കും. അല്ലെങ്കിൽ ത്യാഗരാജന്റെ ക്രിമിനൽ ഗ്യാങ്ങിലേക്ക് ചേർക്കാൻ വേണ്ടി ഋഷിയെ കൊണ്ടുപോയതാവും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമാണല്ലോ മാഡം. CP, ഉടൻ തന്നെ ത്യാഗരാജന് വേണ്ടി ഒരു സെർച്ച് നടത്തണം. അയാൾ എവിടെയാണ്, നീക്കങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് സെർച്ച്. ഋഷി ത്യാഗരാജന്റെ കസ്റ്റഡിയിൽ ഉണ്ടാവും CP. മാഡം വിഷമിക്കാതെ. ത്യാഗരാജൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ത്യാഗരാജൻ തീർന്നു എന്ന് തന്നെ കൂട്ടിക്കോ. അവനെ പൂട്ടും മാഡം. മാഡം ടെൻഷനാവാതെ. ഞാനിപ്പോൾ തന്നെ ത്യാഗരാജനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ തുടങ്ങാൻ പോവാ. ശരി. അമ്മയുടെ വിഷമം എനിക്കറിയാം. എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. നന്ദുവിനെ നമുക്ക് തിരിച്ചു കിട്ടും. വേണ്ട ദേവിക, നീ ഇനി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞ് കൂടെ നിൽക്കണ്ട. നിന്റെ ഭർത്താവിനെയല്ലേ കാണാതായത്. നിനക്ക് എങ്ങനെ പറ്റുന്നടി ഇതുപോലെ പാറ പോലെ നിൽക്കാൻ? നീ പ്രേമിച്ച് കല്യാണം കഴിച്ച് കൂടെ പോന്നതല്ലേ. അവൻ ജീവനോട് ഉണ്ടോ എന്ന് പോലും അറിയില്ല. അമ്മ, എന്നിട്ടും നിനക്കെങ്ങനെ നടക്കാൻ പറ്റുന്നല്ലോ. സിദ്ധുവിന് ഒരാപത്ത് വന്നാൽ ഞാൻ വീണു പോവല്ലോ. അമ്മ വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. നീ പോ.
എനിക്ക് കാണണ്ട നിന്നെ. പ്ലീസ്. അച്ഛാ, ഞാൻ ഇറങ്ങട്ടെ. രാവിലെ വരാച്ച. നിങ്ങളുടെ സംസാരം ഞാനും കേട്ടു. മോള് വിഷമിക്കാതെ. പ്രഭയുടെ രീതികൾ മോൾക്കറിയാലോ. പിന്നെ ഇപ്പോഴത്തെ പ്രഭയുടെ അവസ്ഥ ആലോചിക്കണം. അവള് പ്രസവിച്ച മകനെ കാണാതായിരിക്കുന്നു. പാവം. അവളുടെ നീറ്റിൽ ഊഹിക്കാൻ പറ്റും. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളിലെ ദേഷ്യവും സങ്കടമൊക്കെ നമ്മളെ വഴക്ക് പറഞ്ഞെങ്കിലും തീർക്കണ്ടേ? അച്ഛൻ പറയുന്നത് സത്യോ? പക്ഷെ അമ്മയോട് സംസാരിച്ചു തുടങ്ങിയപ്പോ എവിടെ വെച്ചോ എന്റെ നിയന്ത്രണം പൊട്ടിപ്പോയി. അങ്ങനെ തിരിച്ചു പറയേണ്ടി വന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. പ്രഭയുടെ സംസാരം കേട്ട ആർക്കായാലും ദേഷ്യം വന്നു പോവും. പ്രഭയും നമ്മളെയും ആരെയും കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥയില്ല കാര്യങ്ങൾ. എല്ലാവരും പൊട്ടിത്തെറിക്കുന്ന വക്കില. ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. മോളെ, എവിടെയായിരിക്കും മോളെ അവൻ? എന്തായിരിക്കും അവന്? ആലോചിച്ചിട്ട് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ തോന്നും. അച്ഛാ, മോളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. നാളെ മുഖ്യമന്ത്രിയെ കണ്ടു കഴിയുന്നതോടെ ഒരു വഴി തെളിയും അച്ഛാ. അദ്ദേഹം ചിലപ്പോ ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ അന്വേഷണം ഏൽപ്പിക്കും. അതെ, അതിലാണ് എനിക്ക് പ്രതീക്ഷ. നാളെ ഞാൻ മുരളിയേട്ടനുമായിട്ട് ഇങ്ങോട്ട് വരാം. എന്നിട്ട് മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് പോവാം. ശരി മോളെ, മോള് വൈകണ്ട, ചെല്ല്. സാറേ, ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. വിശപ്പായ പറഞ്ഞാൽ മതി, എടുത്തു വയ്ക്കാം. നെയ്ച്ചോറും പൊറോട്ടയും മട്ടൻ ഫ്രൈയും വാങ്ങിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്കൊന്നും വേണ്ട. അതെന്താ സാറേ അങ്ങനെ പറയുന്നേ? പ്രകാശ് സാർ പറഞ്ഞതറിയാലോ, ഒരു കുറവും വരുത്താൻ പാടില്ലെന്നാ ഓർഡർ. ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. ഈ തടവറ കിടന്ന് ശ്വാസം മുട്ടുക. അയ്യോ, അതൊന്നും പറ്റില്ല. സാർ ഫുഡ് കഴിക്കേ. എനിക്ക് കഴിക്കാനൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്താ എന്താടാ? നീ എന്തെങ്കിലും കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്നേ? ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നല്ലേ ഞാൻ നിന്നെ നോക്കുന്നേ. വെറുതെ ആവശ്യമില്ലാതെ അനുസരണക്കേട് കാണിക്കരുത്. പ്രകാശ് പ്ലീസ്, എന്നെ ഒന്ന് വീട്ടിൽ എത്തിക്കേ. പ്രകാശിന്റെ നല്ല മനസ്സ് അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. എന്താ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്. നീ എത്ര പറഞ്ഞാലും നിന്നെ ഒരു അപകടത്തിലേക്ക് ഞാൻ പറഞ്ഞു വിടില്ല. പ്രകാശ്, ഗുഡ് നൈറ്റ്. എന്താ പ്രകാശ് പറയുന്ന? പ്രകാശ് സാർ എന്തിനാ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നെന്ന് സാർ തന്നെ പറഞ്ഞല്ലേ. വല്ലവരുടെയും കൈകൊണ്ട് ചത്തുപോകണ്ടെന്ന് കരുതി രക്ഷിച്ചുകൊണ്ടുവന്നാ. അങ്ങനെ രക്ഷിക്കാനായിരുന്നെങ്കിൽ ആദ്യമൊക്കെ നിങ്ങൾ മോശമായിട്ടല്ലേ എന്നോട് പെരുമാറിയത്? അതെന്തിനാ? സാറ് പറഞ്ഞിരുന്നല്ലോ,
ഒക്കെ ഓരോ രീതികളാ. അതൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. എടോ, പ്രകാശ് പരോള് കിട്ടി പുറത്തു വന്നതാണ്. സാറേ, സാർ ആ കാര്യങ്ങളൊന്നും വെറുതെ അന്വേഷിക്കണ്ട. സാറിന് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ അത് പറ. പ്രകാശ് പറഞ്ഞൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ എന്തൊക്കെയും മറച്ചു വെക്കുന്നുണ്ട്. എന്നെ കൊണ്ടുവന്നത് വേറെന്തോ ലക്ഷ്യത്തിന് വേണ്ടിയാ. നിങ്ങൾ ഇങ്ങനെ ഓരോന്നാലോചിച്ച് ആദ്യം പിടിക്കാതെ. എന്തായാലും ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരു ദോഷവും വരാൻ പോകുന്നില്ല, അതുറപ്പാ. പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ പ്രകാശ് സാർ എന്നെ പറഞ്ഞു വിട്ടോളൂ. അതുവരെ നല്ല ജോലിയായി കഴിഞ്ഞോ സാറേ? സാറേ, സാറ് കഴിക്കുമോ? എന്താ? തണ്ണി അടിക്കുമോന്ന് വേണേ പറഞ്ഞോ, കുപ്പി വരുത്താം. എനിക്ക് അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അതൊന്ന് പറ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും പറയാനില്ല.